രാഷ്ട്രീയ സ്വയം സേവക സംഘം യുവസംഗമം തിരുവനന്തപുരം മാനവീയം വീഥിയിൽ അല്പസമയത്തിനകം നടക്കും. വിനീഷും വീണയും മാനവീയം വീഥിയിൽ നിന്നും തത്സമയം ചേരുകയാണ്. ആദ്യം വിനീഷിലേക്ക്. വിനീഷ്, അല്പസമയത്തിനകം തന്നെ പരിപാടി നടക്കും. എത്രത്തോളം ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു? തീർച്ചയായിട്ടും സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ചുള്ള യുവസംഗമം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന തിരുവനന്തപുരം മഹാനഗറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയാണ് ഇന്ന് മാനവീയം വീതിയിലേക്ക് എത്തുന്നത്. ആ മാനവീയം വീതിയിൽ അല്പസമയത്തിനകം തന്നെ പരിപാടികൾക്ക് തുടക്കമാകും. നമുക്കറിയാം, ദൃശ്യങ്ങൾ കാണും പോലെ വേദിയെല്ലാം പൂർണ്ണമായി സജ്ജമായിരിക്കുന്നു. ഒപ്പം എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 3 സ്ഥലങ്ങളിൽ നിന്നാണ് ഈ പരിപാടി ആരംഭിക്കുന്നത്. ഈ യുവസംഗമം ഘോഷയാത്രയായി എത്തുന്നത് ഒന്ന് തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തിൽ നിന്നും, മറ്റൊന്ന് നമുക്ക് കവടിയാറിൽ നിന്നും, മറ്റൊരു സ്ഥലം കനകക്കുന്ന്. അങ്ങനെ 3 ഭാഗത്ത് നിന്ന് യുവസംഗമം, യുവാക്കൾ ഒരുമിച്ച് തിരങ്കയുമായി ദേശീയ പതാക ഉയർത്തി പിടിച്ചുകൊണ്ട് തിരങ്ക യാത്ര നടത്തും. ആ യാത്ര വെള്ളയമ്പലം ജംഗ്ഷനിൽ ഒത്തുചേരും. അതിനുശേഷം അവിടെ നിന്നും മാനവീയം വീതിയിലേക്ക് യാത്രയെത്തും. ഏകദേശം 5000-ലധികം യുവാക്കൾ, യുവതികൾ ഈ പരിപാടിയുടെ ഭാഗമാകും എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും സജീവമായ ഒരുക്കങ്ങൾ തന്നെയാണ് ഈ സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച് ഇപ്പോൾ യുവസംഗമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ മാനവീയം വീതിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടത്, പ്രത്യേകിച്ച് ദേശീയത യുവാക്കൾക്കിടയിൽ വളർത്തുക, ദേശീയബോധം, ദേശീയ ചിന്താധാരയുള്ള യുവാക്കളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഓരോ സ്വാതന്ത്ര്യ ദിനത്തിനും പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് മാനവീയം വീതിയിലും ഈ പരിപാടി അരങ്ങേറാൻ പോകുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, സംസ്ഥാനത്താകമാനം ഇത്തരത്തിൽ ഇന്നും നാളെയുമായി യുവസംഗമങ്ങൾ നടക്കുന്നുണ്ട്. സംഘദൃഷ്ടിയിൽ 37 ജില്ലകളാണ് കേരളത്തിൽ സംഘദൃഷ്ടിയിൽ ഉള്ളത്. ആ 37 ജില്ലകളിലും യുവസംഗമം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരം റവന്യൂ ജില്ല പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തിരുവനന്തപുരം റവന്യൂ ജില്ലയെ സംഘദൃഷ്ടിയിൽ ഇന്ന് പരിപാടികൾ നടക്കുന്നത് ഒന്ന് മാനവീയം വീതിയിൽ, ഞാൻ നിൽക്കുന്ന മാനവീയം വീതിയിലും, ഒപ്പം തന്നെ ആറ്റിങ്ങൽ സംഘജില്ലയിലും, ഒപ്പം നെയ്യാറ്റിൻകര സംഘജില്ലയിലും 3 ഇത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള യുവസംഗമങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ യുവാക്കൾക്കിടയിൽ ദേശീയബോധം ഉയർത്തുക, ദേശീയധാരയെ പൂർണ്ണമായും തന്നെ സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ ചർച്ചകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ യുവസംഗമം ഇവിടെ സംഘടിപ്പിക്കുന്നത്. വിനീഷ് പറഞ്ഞതുപോലെ തന്നെ അല്പസമയത്തിനകം തന്നെ ഈ സംഗമം നടക്കും. പ്രത്യേകിച്ച് ഈ യുവസംഗമമാണ്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾ അവർ അണിനിരക്കുന്നു, അവർക്ക് ആദരമർപ്പിക്കുന്നു. അതായത് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ, യുവത്വമാണ് ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള ചാലകശക്തി. അത് കൃത്യമായി മുന്നോട്ട് നയിക്കുന്നത് ആ വാക്കുകൾ തന്നെയാണല്ലേ? തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ, ആ വാക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, രാജ്യത്തിൻ്റെ ഭാവി, രാജ്യത്തിൻ്റെ യുവത്വം, ഇതൊക്കെ തന്നെ സംരക്ഷിക്കുന്നത് ഇന്ന് യുവാക്കളാണ്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളത്തെ പൗരന്മാരല്ല, അവർ ഇന്നത്തെയും കൂടി പൗരന്മാരാണ്. അവർ സമൂഹത്തിന് അവരുടേതായ സംഭാവനകൾ ഏറെയാണ് എന്ന നിലപാടാണ് സംഘദൃഷ്ടിയിൽ സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. ആ കാഴ്ചപ്പാട് തന്നെയാണ് ഈ ദേശീയധാരയിലേക്ക് എത്തുന്ന ഓരോരുത്തരും മനസ്സിൽ കരുതുന്നതും ദേശീയബോധം ജനങ്ങൾക്കിടയിൽ വളർത്തുന്നതും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ചിന്തയോടുകൂടി, ഒരേ ചിന്താഗതിയോടുകൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അതാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. ആ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് മാനവീയം വീതിയിൽ സ്വാതന്ത്ര്യ ദിനത്തിനോടനുബന്ധിച്ച് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തിലേക്ക് വലിയൊരു യുവസംഗമം നടത്തുന്നത്. യുവാക്കളുടെ ഒരു വലിയ സംഗമം. ആ യുവാക്കളുടെ സംഗമം എന്ന് പറയുന്നതാകട്ടെ യുവാക്കളുടെയും യുവതികളുടെയും സംഗമം. ആ യുവാക്കളുടെയും യുവതികളുടെയും സംഗമമാണ് ഭാരതത്തിൻ്റെ ഭാവി എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് സംഘദൃഷ്ടിയിലും ഉള്ള കാര്യം. എന്തായിരുന്നാലും അല്പസമയത്തിനകം തന്നെ സ്വാതന്ത്ര്യ ദിനത്തിനോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾ, തിരങ്കയാത്ര ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾ അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം മഹാനഗറിൻ്റെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ശരി. രാഷ്ട്രീയ സ്വയംസേവക സംഘം യുവസംഗമം തിരുവനന്തപുരം മാനവീയം വീഥിയിൽ അല്പസമയത്തിനകം ആരംഭിക്കും. വി വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.